ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഇനിയും വൈകാൻ സാധ്യത. ജീവനക്കാരുടെ പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപനം വൈകുമെന്നാണ് സൂചന. 2021 ശമ്പള പരിഷ്കരണം നടത്തിയതെങ്കിലും 2019 മുതൽ മുൻകാല പ്രാബല്യമുണ്ടായിരുന്നു. അതുപ്രകാരം 2024 ജൂലൈ 1 മുതൽ സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കും 12ാം ശമ്പള പരിഷ്കരണം നടപ്പാക്കേണ്ടതാണ്. എന്നാൽ 10 മാസം കഴിഞ്ഞിട്ടും കമ്മീഷനെ പോലും ഇതുവരെ നിയമിച്ചിട്ടില്ല. 5 വർഷം കൂടുമ്പോൾ നടപ്പാക്കുന്ന ശമ്പള പരിഷ്കരണം കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുവെന്നാണ് സർക്കാർ കരുതുന്നത്. കഴിഞ്ഞ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയപ്പോൾ 25,000 കോടിയുടെ വൻ ബാധ്യതയാണ് ഉണ്ടായത്. മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പാക്കിയപ്പോൾ 4,000 കോടിയോളം രൂപ കുടിശ്ശിക നൽകേണ്ട ബാധ്യതയും ഉണ്ടായി. അതിൽ 2,000 കോടി ഇനിയും കൊടുക്കാനുണ്ട്. ശമ്പള പരിഷ്കരണം ഉണ്ടാക്കിയ ബാധ്യത മൂലം ജീവനക്കാർക്ക് DAയും അതത് സമയങ്ങളിൽ കൊടുക്കാനായില്ല. നിലവിൽ 6 ഗഡുക്കളായിട്ട് മൊത്തം 18% DAയും കുടിശ്ശികയാണ്. ഇതിനകം 3 ഗഡു DA കൊടുത്തെങ്കിലും അതിന് മുൻകാല പ്രാബല്യവും നൽകാനായില്ല. അടുത്ത ശമ്പള പരിഷ്കരണവും നടപ്പാക്കി കഴിഞ്ഞാൽ കൂടുതൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തുമെന്നാണ് സർക്കാരിൻ്റെ ആശങ്ക. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക വിവേചനം മൂലം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ശമ്പള വിതരണം പോലും കൃത്യമായിട്ട് നടത്താനാകാത്ത സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ശമ്പള പരിഷ്കരണം ആലോചിച്ചു മതിയെന്നാണ് സർക്കാർ നിലപാടെന്നാണ് ഇപ്പോൾ അറിയുന്നത്. കേന്ദ്ര സർക്കാർ 10 വർഷത്തിലൊരിക്കലാണ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത്. കേന്ദ്രത്തിൽ പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞു. 2026 കേന്ദ്രത്തിൽ പുതിയ ശമ്പള പരിഷ്കരണം നിലവിൽ വരും. കേന്ദ്ര ജീവനക്കാരുടെ ശമ്പളം ഇരട്ടിയിലധികം വർദ്ധിക്കും. നിരവധി അലവൻസുകളും ഇവർക്കുണ്ട്. ക്ഷാമബത്ത വർഷത്തിൽ 2 പ്രാവശ്യം കൃത്യമായിട്ട് കേന്ദ്രത്തിൽ ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ 55% കേന്ദ്രത്തിൽ ക്ഷാമബത്ത. അന്ന് 4 മാസം വൈകി കമ്മീഷൻ രൂപീകരിച്ചു. 2019 ജൂലൈ 1 മുതൽ ലഭിക്കേണ്ട 11ാം ശമ്പള പരിഷ്കരണത്തിന് 4 മാസം കഴിഞ്ഞ് നവംബർ 6 അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് കമ്മീഷനെ പ്രഖ്യാപിച്ചിരുന്നു. റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥർക്ക് K. മോഹൻദാസ് ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. 13 മാസത്തിന് ശേഷം 2021 ജനുവരി 29 സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം ഫെബ്രുവരി 10 സർക്കാർ അത് അംഗീകരിച്ച ഉത്തരവും ഇറക്കി. അങ്ങനെ അത് പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ 12ാം ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ഇനിയും കാത്തിരിപ്പ് നീളുകയാണ്.